KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ മാറ്റം വരുത്തേണ്ടെന്ന തീരുമാനം. ദില്ലിയിൽ KPCC ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് തീരുമാനം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി KPCC ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. മുബഷീർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റം വന്നു, പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെത്തി. പക്ഷേ രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ മാറ്റം വരുത്തേണ്ടതില്ല എന്നതാണ് തീരുമാനം. കുറച്ചുകാലം സണ്ണി ജോസഫും ടീമും ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനങ്ങളനുസരിച്ചും ഉപദേശങ്ങളനുസരിച്ചും പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ നിലപാടെന്നറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ മുബഷീർ? ഡോക്ടർ അരുൺകുമാർ, പുതിയ KPCC പ്രസിഡന്റ് വന്നു, KPCC ഭാരവാഹികൾ വന്നു, വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ മാറിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായിട്ടും DCCയിൽ ഉൾപ്പെടെ പുനഃസംഘടനയുണ്ടാകും. KPCC സെക്രട്ടറിമാരുടെ, ജനറൽ സെക്രട്ടറിമാരുടെ ഉൾപ്പെടെ ഭാരവാഹിത്വത്തിൽ പുനഃസംഘടനയുണ്ടാകുമെന്ന ചർച്ചകൾക്കിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു വിവരം പുറത്തു വരുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഇന്നിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പുതിയ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ് ഉണ്ട്, അടൂർ പ്രകാശ് ഉണ്ട്, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ അടങ്ങുന്ന പുതിയ നേതൃത്വം ഇന്ന് ദില്ലിയിലുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു AICCയുടെ യോഗം നടന്നത്. ഡൽഹിയിൽ വെച്ച് നടത്തിയ പ്രാഥമികമായിട്ടുള്ള ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അവസാനമായിട്ട് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു പുനഃസംഘടന നടത്തിയിരുന്നത്. 36 അംഗങ്ങളാണ് നിലവിൽ രാഷ്ട്രീയകാര്യ സമിതിയിലുള്ളത്. അതിലൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മികച്ചൊരു ടീം തന്നെയാണ് അത്. ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം AICC യോഗം മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡൽഹി കോൺഗ്രസിൻ്റെ ആസ്ഥാനം ഇന്ദിരാഭവനിൽ നടന്ന AICC യോഗത്തിൽ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും കേരള കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ ദേശീയ നേതൃത്വം വെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൈക്യം ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുള്ളതാണ് നേതാക്കൾ കോൺഗ്രസിലെ നേതൃത്വത്തിന് കേരള നേതൃത്വം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ്. അല്പസമയം മുമ്പാണ് ഈ ഒരു വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി പുതിയ KPCC നേതൃത്വം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫ് അടങ്ങുന്ന, അടൂർ പ്രകാശ് അടങ്ങുന്ന പുതിയ നേതൃത്വം തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട പല ചർച്ചകളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുള്ള കർശനമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസ യോഗത്തിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള, ശശി തരൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കളും പങ്കെടുത്തിരുന്നു. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ചോദിക്കുന്നുണ്ട് K സുധാകരൻ്റെയും അതുപോലെ തന്നെ K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തെക്കുറിച്ച്. ആ ഒരു ഘട്ടത്തിൽ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയത് ഒരു തരത്തിലുള്ള അതൃപ്തിയുമുള്ള ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചത് പൂർണ്ണ അതൃപ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ ഒരു ഊർജ്ജത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. K സുധാകരൻ നേരത്തെ തന്നെ അസൗകര്യം അറിയിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ദില്ലിയിലെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് സണ്ണി ജോസഫും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ നേതാക്കൾ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് പ്രതികരണം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും KPCC ഹൈക്കമാൻഡുമായിട്ട് നടത്തിയ ആദ്യത്തെ ചർച്ചയിലാണ് ഇപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ മാറ്റം വരുത്തേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ദില്ലിയിൽ KPCC ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് ഈ തീരുമാനം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി KPCC ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. വലിയ തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പുതിയ KPCC ടീമിന് നല്ല പണിയുണ്ട്. പ്രത്യേകിച്ച് മൂന്നാം ഭരണം വരുമെന്ന് CPM പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ട്രെൻഡിനെ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. താഴെത്തട്ടിൽ മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിന് മുന്നിലുണ്ട് എന്ന് നേതാക്കൾക്കും അറിയാം. ഇനി വരുന്നത് സണ്ണി ഡേയ്സ് ആണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.